സത്യവിശ്വാസിയുടെ എല്ലാമെല്ലാമാണ് വിശുദ്ധ ഖുർആൻ. ലോകം കണ്ട ഏറ്റവും നല്ല സമൂഹത്തെ വാർത്തെടുത്തത് ഇതിൻ്റെ അധ്യാപനങ്ങളാണ്. അതും ഇരുണ്ട യുഗമെന്ന് വിശേഷിക്കപ്പെട്ട അതേ സമൂഹത്തെ സമഗ്രമായ പരിവർത്തനത്തിലൂടെയായിരുന്നു ഖൈറായ ഉമ്മത്താക്കി മാറ്റിയത്. അതിനായി അവർ പഠിച്ചതും ശീലിച്ചതുമെല്ലാം വിശുദ്ധ ഖുർആനും അതിൻ്റെ വ്യാഖ്യാനമായ പ്രവാചകരുടെ തിരുവചനങ്ങളും മാത്രമടങ്ങുന്ന പാഠ്യപദ്ധതിയാണ്. അവരുടെ അധ്യാപകന്റെ ജീവിതം തന്നെ വിശുദ്ധ ഖുർആൻ ആയിരുന്നുവല്ലോ. വാക്കിലും നോക്കിലും ഇരിപ്പിലും നടപ്പിലുമെല്ലാം ഖുർആൻ പ്രകടമാവുമ്പോഴാണ് ഒരു യഥാർത്ഥ വിശ്വാസിയാവുന്നത്. ഉമ്മത്തിന് അഭിമാനകരമായ അസ്തിത്വമുണ്ടാവുന്നത് അത് മുറുകെ പിടിക്കുമ്പോഴാണ്. ജീവിതത്തിൽ നിന്ന് ഖുർആൻ അകലും തോറും പിന്നാക്കത്തിൻ്റെയും അപമാനത്തിൻ്റെയും താമോഗർത്തങ്ങളിലേക്ക് സമുദായം ആപതിക്കുകയും ചെയ്യുന്നു. അന്നു മുതൽ ഇന്ന് വരെയുള്ള ലോകചരിത്രം തന്നെയാണ് അതിന് സാക്ഷി. റമദാൻ സമാഗതമായതോടെ അള്ളാഹുവിൻ്റെ ഗ്രന്ഥവുമായി നിരന്തര ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും. ദിവസവും ഒരല്പമെങ്കിലും ഖുർആൻ പാരായണം ചെയ്യാത്തവരായി ആരുമുണ്ടാവില്ലെന്ന് തന്നെ പറയാം. ഏറെ നേരം പാരായണത്തിൽ ചെലവഴിക്കുന്നവരാണ് അധികവും. അതോടൊപ്പം അള്ളാഹുവിൻ്റെ കലാമിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കാനും അതിനെ കൂടുതൽ പരിചയപ്പെടാനും ശ്രമിക്കുന്നവരും ഈ മാസത്തിൽ ധാരാളമാണ്. അതിനുള്ള അവസരങ്ങൾ ഒരുക്കാൻ പലരും ശ്രമിക്കുന്നതും ഈ പുണ്യം തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ. അതേസമയം റമദാൻ വിട പറഞ്ഞാൽ ഈ ബന്ധം പതുക്കെ അറ്റുപോകുന്നതാണ് നമ്മുടെ അനുഭവം. റമദാനിന് ശേഷവും ദിവസവും നിശ്ചിത സമയം ഖുർആൻ പാരായണത്തിനും പഠനത്തിനുമായി മാറ്റിവെക്കാനായാൽ അതെത്ര വലിയ കാര്യമായിരിക്കും. ഖുർആൻ റമദാനിലേക്ക് മാത്രമുള്ളതല്ലെന്നും റമദാനിന് ശേഷവും ഈ ഗ്രന്ഥവുമായുള്ള എൻ്റെ ബന്ധം സുദൃഢമായി തന്നെ തുടരുമെന്ന് ഉറപ്പ്. ഓരോ ദിവസവും അതിലെ പുതിയ സൂക്തമെങ്കിലും പഠിച്ചെടുക്കാൻ ഞാൻ ശ്രമിക്കുമെന്ന ഒരു പ്രതിജ്ഞ. ശേഷം തദനുസൃതമായ പ്രവർത്തനങ്ങളും ശ്രമങ്ങളും കൂടിയാകുമ്പോൾ ജീവിതം മുഴുക്കെ റമദാൻ നമ്മുടെ കൂടെ നിൽക്കുന്നതായി തോന്നും. അതിനാൽ ഖുർആനുമായുള്ള ബന്ധം തുടരാനുള്ള കരുത്താകട്ടെ ഈ റമദാൻ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സ് നന്നാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ.